ഗായ്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് ഓരോ സ്ഥലത്തിൻ്റെയും റൂട്ട് മാപ്പാണ് കാണിക്കാൻ പോണത്. ആദ്യം നമുക്ക് പഴയ വീടിൻ്റെ റൂട്ട് മാപ്പ് നോക്കാം. അതിന് നിങ്ങൾ നേരെ പോകണം, നേരെ പോവുക. നിങ്ങളിതൊന്ന് എഴുതിയെടുത്ത് നോക്കിയോ. നേരെ പോവുക. നമ്മളെ വീട്ടിൽ നിന്ന് എന്നിട്ട് ഇവിടുത്തെ എയർപോർട്ടിന്റെ ഈ വളയണ ഭാഗം, എയർപോർട്ട് വളയുമ്പോ അതുപോലെ നമ്മളും വളയുക. എയർപോർട്ട് വളയുമ്പോ നമ്മളും വളയുക. പകുതി പേർക്കും നമ്മളുടെ ഈ വീട് എവിടെയെന്ന് അറിയൂല. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീടിന്റെ റൂട്ട് മാപ്പ് നിങ്ങൾക്ക് ഇത് പറഞ്ഞുതരാൻ വിചാരിച്ചത്. നമ്മളുടെ വീട് എത്തിക്കണ്ട. ഇതാണ് നമ്മളുടെ വീട്. ഈ വീട് പകുതി പേർക്കും അറിയാലോ. എന്നിട്ട് ഇവിടുന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ കാറ് പാർക്ക് ചെയ്യണ സ്ഥലം, പിന്നെ ഇവിടുന്ന് ഇത് സ്ഥലം. ഈ സ്ഥലങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇനി എന്താ കണ്ടേ, എയർപോർട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി കാണാൻ പോണത് നമ്മുടെ ഗസ്റ്റ് ഹൗസ് ആണ്. ഉണ്ണിക്കാണ്. അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. നമുക്ക് ഇനി നമ്മൾ നോക്കാൻ പോണത് ഗസ്റ്റ് ഹൗസ് ആണ്. ഇതിന് നമ്മളധികം പണിയൊന്നുമില്ല. ഈ ഭാഗമില്ലേ, ഈ ഭാഗത്ത് നിന്നാണ് നമ്മൾ തുടങ്ങിയത്. നേരെ പോണതില്ലേ, അതുപോലെ തന്നെ നമ്മൾ നേരെ പോവാ. നമ്മൾ നേരെ തന്നെ പോവാ. നേരെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലം കാണാം. അപ്പൊ നമ്മൾ ഇങ്ങനെ വളക്കുക. അപ്പൊ ഇങ്ങനൊരു ബിൽഡിങ് കാണാൻ പറ്റും. ഇങ്ങനത്തെ ബിൽഡിങ്. അപ്പൊ ഇങ്ങനത്തെ ബിൽഡിങ് കണ്ടാൽ ഉറപ്പാക്കുക സ്ഥലത്ത് എത്താറായിരുന്നു. എന്നിട്ട് ഗസ്റ്റ് ഹൗസ് അല്ല, നമ്മൾക്ക് ഇനി അപ്ഡേറ്റ് ആവാൻ പോണ വീടാന്ന് പറഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ആവാൻ പോണ വീട്. ഇവിടുന്ന് നിന്നിട്ട് വളച്ച ജസ്റ്റ് ഒന്ന് വളയ്ക്കുക. സ്ഥലത്ത് ഓട്ടോമാറ്റിക്കൽ ഡോറുള്ള ഈ സ്ഥലത്ത് ഇവിടെ നിന്ന്. പിന്നെ ഈ സ്ഥലം പകുതിവർക്ക് മനസ്സിലായിണ്ടാവൂലേ. ഇനി ഈ സ്ഥലം ഒരുപാട് വഴിയിൽ കൂടെ, 2 വഴി കൂടെ പോവാ. ഇനി നമ്മൾ അടുത്തായിട്ട് ഏത് സ്ഥലം നോക്കണ്ടേ? അതെ, ഒന്ന് ഞാനും കൂടി ഇവിടെ ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്കൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടം വരെ വന്നിട്ടുണ്ട് വീണ്ടും. ഇനി നമുക്ക് സ്ഥലം എത്താൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയെന്ന് ഞാൻ പറഞ്ഞില്ലേ, നേരെ പോയിട്ട്. അപ്പം നമ്മൾ ആ വില്ലേജിലേക്ക് എത്താൻ ഇവിടുന്ന് വളച്ച അതെ അവിടെ ഒരു ഭാഗം കാണാൻ പറ്റില്ലേ. അപ്പം നിങ്ങൾ ഇവിടെ ഉറപ്പാക്കാൻ എത്താറായി. എന്നിട്ട് ഇവിടേക്ക് എടുക്കുക. എന്നിട്ട് ഈ ഭാഗം എത്തണ സമയത്ത്, ഇങ്ങനത്തെ ഒരു ഭാഗം എത്തണ സമയത്ത് അങ്ങോട്ടുണ്ട് വളച്ചാൽ മതി. എന്നിട്ട് വില്ലേജ് എത്താറായി. ഇതാണ് വില്ലേജ്. സിറ്റിന്ന് വില്ലേജിക്ക് എത്ര പെട്ടെന്ന് എത്തിയത്. ഈ വില്ലേജും നമ്മൾ മനസ്സിലാക്കിയില്ലേ. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോണത് മിലിറ്ററി ബേസ് ആണ്. മിലിറ്ററി ബേസ് പകുതി പേർക്കും അറിയാത്ത സ്ഥലമായിരിക്കും. മിലിറ്ററി ബേസ് നമുക്ക് കാണാം. ഇതൊരു കുഞ്ഞേ വീഡിയോ ആണ്, അധികം ലോങ് വീഡിയോ ആക്കണില്ലാന്ന് ഞാൻ വിചാരിച്ച്. നമുക്ക് ഇതിൽ കൂടെ തിരിച്ചു പോകണം. നേരെ പോവാ. നമുക്ക് വീട്ടിലോട്ട് പോവാ. വീടിന്റെ അടുത്താണ് മിലിറ്ററി ബേസ് എന്ന് വിചാരിക്കണ്ട, കുറച്ച് ദൂരം പോകണം. എന്തായാലും ഒരു പകുതി ദൂരെങ്കിലും ഉണ്ടാവും മിലിറ്ററി ബേസ്. പക്ഷേ വെറുതെ ഒരാൾക്കും മിലിറ്ററി ബേസിലോട്ട് പോകണം. മിലിറ്ററി ബേസിലത്തെ വണ്ടികളൊക്കെ അടിച്ചു മാറ്റാം. പിന്നെ നമ്മളുടെ ഇവിടെ ഉള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീടെത്തിയതിന് ശേഷം നമ്മൾ ഈ ഭാഗത്ത് കൂടെ പോവുക. നമുക്ക് വേണമെങ്കിൽ അതിൽ കൂടെ പോവുക. പിന്നെ ഇതിൽ കൂടെ നിങ്ങൾക്ക് ഷോർട്ടായി പോകണമെങ്കിൽ ഇതിൽ കൂടെ പോവുക. എന്നിട്ട് ഇതിൽ കൂടെ കയറിയതിന് ശേഷം നിങ്ങൾ വളയ്ക്കുക. ഇത്രേ ഉള്ളൂ. വളച്ചാട്ട് കഴിഞ്ഞിട്ടില്ല, സ്ഥലത്തെത്തിയിട്ടില്ല. ഇവിടുന്ന് എത്തിയതിന് ശേഷം നമ്മൾക്ക് ഇവിടോട്ട് പോവുക. എന്നിട്ട് നേരെ പോവുക. മിലിറ്ററി ബേസ് എത്തിയിട്ടാ. പക്ഷെ മിലിറ്ററി ബേസിലോട്ട് ആൾക്കാർക്ക് നിങ്ങൾ കയറാൻ നോക്കണ്ട.
സ്കോപ്പ് ചെയ്താൽ മതി. കണ്ട മിലിറ്ററിക്കാരെന്നുള്ളത് വെട്ടിക്കൊല്ല്. അവർക്ക് അത്ര ഇന്ത്യൻ ആർമി ആണെങ്കിൽ അവർക്ക് കുറച്ച് പുച്ഛം കൂടുതല. നമുക്ക് വീട്ടിലോട്ട് പോവാ. അവരെന്തായാലും നമ്മളെ ഫോളോ ചെയ്ത് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ മാപ്പ് റൂട്ട്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും വിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്താണായിരിക്കും. നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാനുണ്ടെങ്കിൽ ഒരെണ്ണം കൂടി കാണിച്ചു തരാം. ഞാനിനി പോകേണ്ടത് കാർ ഷോറൂം എവിടെയെന്ന് പകുതി പേർക്കും അറിയില്ല. കാർ ഷോറൂം എവിടെയെന്നും കൂടി കാണിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കാർ ഷോറൂം ഇവിടെ അടുത്താണ് ഗൈസ്, അധികം പേടിക്കാനില്ല. ഇവിടെ അടുത്താണെന്ന് പറഞ്ഞാൽ നമുക്ക് സ്കോപ്പ് ചെയ്ത് കണ്ടുപിടിക്കാം. ഇവിടുന്ന് നമ്മ വളച്ചാൽ നമുക്ക് വീട്ടിലെത്താം. അപ്പൊ നമുക്ക് ഇനി പോവാം. ഇവിടെ കൂടെ നമ്മൾ പോയതിന് ശേഷം ഇതിൽ കൂടെ വളയ്ക്കാം. ഇവിടെ വളച്ചതിന് ശേഷം നിങ്ങൾ ഇവിടെ നിന്ന് ദൂരോട്ട് വേണമെങ്കിൽ റോഡ് എത്തും. ഈ റോഡ് കണ്ട, ഈ റോഡിൽ നിന്ന് ഇവിടെ നിന്നുണ്ട് വളച്ചിനെങ്കിൽ ഇവിടെ ഒരു കളർ ഹൗസ് ഉണ്ട്. ഇവിടെ എടുത്ത് നോക്കിയാൽ സ്കോപ്പ് ചെയ്യാം. നമുക്ക് എടുത്തൊക്കെയാണ്, പക്ഷെ സത്യമായിട്ട് അറിയില്ല. എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ അത് കണ്ടുപിടിച്ച് പറയാം. നമുക്കൊന്ന് നോക്കി നോക്കിപ്പോ. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇന്ത്യൻ ബൈക്ക് കളിക്കണോരാണെങ്കിൽ മാത്രം ഇന്ത്യൻ ബൈക്കിൽ ഒരു വട്ടമെങ്കിലും അതെ നമ്മൾ ഈ കളർ ഷോറൂമിൻ്റെ അവിടെ നിന്ന് നേരെ ഉണ്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ഥലം കാണാൻ പറ്റും. ഇതാണ് സ്ഥലം. നമുക്ക് എന്തായാലും പോവാം. അത് നമ്മൾ ചോറിനിട്ടില്ല കൊണ്ട് ഉമ്മ വിളിച്ചാണ്. നമുക്ക് എന്തായാലും ആ സ്ഥലം ഈ ഭാഗമാണ്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇതിനുള്ളിൽ കയറേണ്ട ഭാഗം ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയാൽ നമുക്ക് കയറാൻ പറ്റും. നമുക്ക് എന്തായാലും ആ ഭാഗം കൂടി നമുക്ക് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ നേരെ പോയതിന് ശേഷം ഇവിടോട്ട് ആക്കിയാൽ ഇതിൽ കാണാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മളും ഇത് പുതിയ ആളെന്നല്ലേ, നമ്മൾ ഈ വീടൊക്കെ ഇറങ്ങി ഡിഫൻഡറൊക്കെ വന്നതിന് ശേഷം 1 വർഷം പോലും ആയിട്ടില്ല നമ്മൾ കളിക്കാൻ തുടങ്ങിയിട്ട്. എന്തായാലും 1 മാസമേ ആയിട്ടുണ്ടാവുള്ളൂ നമ്മളിത് കളിക്കാൻ തുടങ്ങിയിട്ട്. 1 മാസം ഉണ്ടാവും. പക്ഷേ നമ്മളുടെ ഇതാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ച കയറാൻ പറ്റണ വീട്. കാർ ഷോറൂമിലൊക്കെ നമുക്ക് കയറാൻ പറ്റും, പക്ഷെ കാർ ഷോറൂമിൽ കാറില്ല. കാർ ഷോറൂം കാണാൻ വെച്ചേക്കാണ്. പക്ഷെ ബായിന്നടിച്ച കാർ വരുന്നു പറയണ്ട, പക്ഷെ ഒരു കാർ ഒറ്റയടിക്ക് ഇത് അറിയാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇഷ്ടമായി വൈൻഡപ്പ് ചെയ്യാം. നമ്മളുടെ ഇവിടെ തന്നെയാണ് നമ്മളുടെ മറ്റേ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതും. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.